വീടിന്റെ തേപ്പ് തുടങ്ങണേന്റെ മുമ്പ് നമ്മളെ നാട്ടിലെ പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു ചെറു പോയിന്റ് ഉണ്ട്. അത് ഈ ചെറു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേന് പല ആൾക്കാരും ശ്രദ്ധിക്കപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മൾ തേപ്പിക്കുന്ന വീടിന്റെ മുകളിൽ എവിടെയൊക്കെ കോൺക്രീറ്റിന്റെ ഫ്ലാറ്റ് സ്ലേവുകളൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ എൻഡിൽ ഒറ്റ വരി ഇഷ്ടിക വെച്ച് തേച്ച് മടക്കുക. അപ്പം മുറ്റത്തുനിന്ന് നോക്കുമ്പം ആ വക്കിന് ഒരു ലുക്കാണ്. ആ ഫ്ലാറ്റ് ഏരിയയിൽ വികുന്ന വെള്ളത്തിനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കറക്റ്റ് പൈപ്പിട്ട് സ്ലോപ്പാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലേവിൻ്റെ എൻഡ് 12 മീറ്റർ നീളം വരുന്നുണ്ട്. ഞങ്ങൾ ക്ലയൻറ്റിനോട് പറഞ്ഞ് 3 ആൾക്കാരെ കൂലി തരികയാണെങ്കിൽ ഇഷ്ടിക പടുത്ത് തേച്ച് ഉള്ളൊക്കെ സ്ലോപ്പാക്കി സെറ്റാക്കി നിങ്ങൾ പറഞ്ഞ കോലത്തിലാക്കി തരാം. വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒറ്റ ഉറുപ്പ് തരണ്ടാറിന് മൂപ്പര് പറയുകയാണ്. ആ പണിഞ്ഞ് 30 ആൾക്കാർ വന്നാലും നമുക്ക് വേണ്ട. ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ അവിടെ വാവിൽ ക്രാക്ക് വരും, അതിൽക്കൂടെ വെള്ളം ചാടും, പെയിൻറ്റ് നാസാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കോൺക്രീറ്റിൻ്റെ ബീഡിങ് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് അതൊക്കെ പണിയാണോ? ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. ഫുൾ വീഡിയോ കണ്ടാൽ മതി. ഏതാ പണി? വീടിൻ്റെ